ഹായ്, വെൽക്കം ടു മൈ ചാനൽ. കുക്കറിൽ ചോറ് വാർത്താൽ ശരിയാവുന്നില്ല, കുഴഞ്ഞു പോകുന്നു, ഒട്ടിയിരിക്കുന്നു ചോറ് എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ ഓരോരോ ചോറായിട്ട് നിൽക്കുന്ന രീതിയിൽ എങ്ങനെയാണ് കുക്കറിൽ ചോറ് വാർക്കുന്നതെന്നുള്ളത് ഞാനിതിൽ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോയുടെ അവസാനം വരെയുള്ള ടിപ്പുകളും കാണണം കേട്ടോ. ഫസ്റ്റ് 1-2 ടിപ്പ് കണ്ടിട്ട് ചോറ് വെക്കാൻ പോവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ഇതുപോലെ എൻ്റെ കയ്യിലുള്ള കുക്കർ ഹോക്കിൻസ് പ്രഷർ കുക്കറാണ്. എൻ്റെ കയ്യിൽ 5 ലിറ്ററിൻ്റെ കുക്കറാണിത് കേട്ടോ. 4-5 പേർക്ക് വരെയൊക്കെയുള്ള ചോറ് അറ്റ് എ ടൈം വെക്കാവുന്നതാണ്. പിന്നെ ഈ ഹോക്കിൻസിൻ്റെ പ്രഷർ കുക്കറിലാകുമ്പോഴത്തേക്ക് എനിക്ക് അത് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടുതലാണ്. ഇത് അടപ്പ് ഉള്ളിലേക്കായതുകൊണ്ട് റിസ്ക് കുറവാണെന്നാണ് പറയുന്നത്. പിന്നെ 2 സൈഡിലും ഹാൻഡിലുണ്ടല്ലോ, അത് മറ്റേ വേറെയുള്ള ബ്രാൻഡുകൾക്കും ചിലതിനൊക്കെ ഉണ്ട് ഇപ്പം. അപ്പോൾ 2 സൈഡിലുള്ള ഹാൻഡിൽസ് ഉള്ളതും നമുക്ക് ഇതിൽ വാർക്കാൻ എളുപ്പമുണ്ട്. പിന്നെ ഈ ഒരു നോബുള്ളതും വളരെ ഹെൽപ്ഫുള്ളാണ് ചോറ് വാർക്കാനായിട്ട്. അപ്പം ഇനി ഇത് വാങ്ങിക്കുന്ന സമയത്ത് സ്റ്റീലിൻ്റെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് സ്റ്റീൽ ഹാൻഡിൽ ചെയ്യാം. പക്ഷേ എനിക്കത് അത്ര ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് വെയിറ്റ് കൂടുതലായിട്ട് തോന്നി. അതുപോലെ തന്നെ ട്രൈപ്ലൈഡതും കുറച്ച് വെയിറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാനിത് അലുമിനിയത്തിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുണ്ടാവും. ഇടയ്ക്ക് ഞാനൊന്ന് കുക്കർ മാറ്റി വാങ്ങിക്കും അലുമിനിയം ആയതുകൊണ്ട്. ഇതുപോലെയുള്ളൊരു സ്ട്രെയിനറും കൂടെ വാങ്ങിക്കാൻ കിട്ടും. അത് അലുമിനിയം തന്നെ വാങ്ങിക്കണം. സ്റ്റീലിൻ്റെ വാങ്ങിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം എനിക്കത് ഫ്ലോപ്പായിട്ടുണ്ട്. മര്യാദയ്ക്ക് വെള്ളം വാർന്നു പോവില്ല. അപ്പോൾ ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ കുക്കറും കൂടെ കൊണ്ടുപോയിട്ട് വാങ്ങിക്കണം. അതുപോലെ ചോറ് വാർക്കാൻ വെക്കുന്ന പാത്രവും എല്ലാം കുക്കർ കൊണ്ടുപോയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. ഇനി അതിൻ്റെ പുറത്ത് ഞാനൊരു നനഞ്ഞ തുണി ഇടുക ചെയ്യുന്നത്. ആ നോബിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് ഇടുന്നത് കേട്ടോ. എന്നിട്ടാണ് ഞാൻ വാർക്കാനായിട്ട് വെക്കുക. അപ്പം നല്ലോണം വെള്ളം വാർന്ന് കിട്ടും. എല്ലാ ടിപ്പുകളും കഴിഞ്ഞു എന്നും പറഞ്ഞ് പോകണ്ട. അവസാനം വരെയും ചോറ് തീരെ ഒട്ടിപ്പിടിക്കാതെ എങ്ങനെ വാർക്കുക എന്നുള്ളതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് ഓരോ ടിപ്പായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഉപയോഗിക്കുന്ന അരി എന്ന് പറയുന്നത് പവിഴം വടിയുടെ നല്ല വേവുള്ള അരി തന്നെയാണ് കേട്ടോ, പവിഴത്തിൻ്റെയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ചൂടുവെള്ളത്തിലിട്ട് വെക്കും ഒരു 10 മിനിറ്റ് നേരം. 10 മിനിറ്റ് വെക്കാൻ സമയമില്ലാത്ത ഒരു 5 മിനിറ്റ് വെച്ചാലും മതി. കൂടുതൽ സമയം വെക്കരുത്, ചിലപ്പോൾ ചോറ് കുഴഞ്ഞു പോകും. ഞാനൊരു 10 മിനിറ്റോളം ഈ ചൂടുവെള്ളത്തിൽ തിളപ്പിക്കുമൊന്നും വേണ്ട, ജസ്റ്റ് തിള വരുമ്പോഴേക്കും തന്നെ അതിലേക്ക് ഞാൻ അരി ഇട്ട് വെച്ചിട്ട് 1.5 കപ്പാണ് ഞാൻ ഇട്ടത് സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിൽ. എന്നിട്ട് ഞാനത് കുറച്ച് നേരം വെച്ചു. ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം. നല്ലതായിട്ട് കളർ ഇളകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം കേട്ടോ. പിന്നെ പെട്ടെന്ന് ചോറ് ആവുകയും ചെയ്യും. ഒരുപാട് കുതിർന്ന് അലിഞ്ഞു പോകരുതേ. ഇനി കുക്കറിൽ ഹാഫിൽ താഴെ വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത്, ഹാഫായിട്ട് വെച്ചിട്ടില്ല. ഇനി നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിയിട്ട് കൊടുക്കുകയാണേ. കഴുകി വെള്ളം വാർത്ത് വെച്ച അരിയിട്ട് കൊടുക്കും. പിന്നെ ഈ കുക്കർ വെക്കുമ്പോൾ ഒരിക്കലും ചെറിയ ബർണറിൽ വെച്ചിട്ട് അരി വേവിക്കരുത്, അരി കുഴഞ്ഞു പോകും. അതും ഒരു ടിപ്പാണേ. അപ്പോൾ ഇനി ഇതുപോലെ വലിയ ബർണറിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. വലിയ ബർണറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുത്തെടുന്ന് കുറച്ച് കൊടുത്ത്, കാരണം എൻ്റെ ഫ്ലെയിം ഭയങ്കര വലിയ ഫ്ലെയിമാണ്. കുക്കറിൻ്റെ വെളിയിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഞാനത് കുറച്ച് കൊടുത്തത്. കുക്കറിൻ്റെ വെളിയിലേക്ക് പോകാത്ത രീതിയിൽ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയാണ് ഇതിന് സമയം എടുക്കുക. ചില അരിയാകുമ്പോൾ ചിലപ്പോൾ 8 മിനിറ്റ് കൊണ്ട് 3 വിസിലടിക്കും. ചില അരിയാകുമ്പോഴത്തേക്കും 10 മിനിറ്റ് എടുക്കും. അത് ഡിപ്പെൻസ് നമ്മുടെ സ്റ്റൗവിൻ്റെയും ചൂടും വെള്ളത്തിൻ്റെ ചൂടും എല്ലാം അനുസരിച്ചിട്ടിരിക്കും, കുക്കറിൻ്റെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നിട്ട് ഞാനവിടെ ഒരു 10 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാനത് ഒന്നും കൂടെ സ്റ്റൗ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. രണ്ടാമത് വെച്ചപ്പോഴത്തേക്കും ഈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് അതിനുള്ളിൽ തന്നെ വീണ്ടും ഒരു വിസിൽ വരുന്നുണ്ട്. അത് 1-2 വിസിൽ അടിക്കാവും, അതിൽ കൂടുതൽ അടിക്കാൻ സമ്മതിക്കരുത്. അത് നമ്മൾ 1-2 വിസിൽ എന്നുള്ളത് നമ്മൾ അരി വെച്ച് പ്രാക്ടീസ് ആവും. 1-2 പ്രാവശ്യം വെച്ച് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്നിട്ട് അത് ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കണം. അപ്പോഴൊന്നും കൈ കൊണ്ട് എടുക്കാനൊന്നും പോകണ്ട. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് എടുത്തിട്ട് സിങ്കിൻ്റെ അടുത്തേക്ക് വെക്കുന്നത് കേട്ടോ. വെച്ച് കഴിഞ്ഞിട്ട് തുറന്ന് വരുന്നുണ്ടോ എന്ന് നോക്കുക. അഥവാ തുറന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് തുറക്കാൻ ശ്രമിക്കരുതേ, അപ്പോൾ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കും. തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയമായി എന്നാണ്. അത്രയും വെള്ളം ഞാൻ ഒഴിച്ചുള്ളൂ കണ്ടോ. അപ്പോഴത്തേക്ക് തന്നെ തുറന്ന് വന്നു. അപ്പോഴത്തേക്ക് ഞാനതിങ്ങ് എടുത്തു. ഇനി ആ കൊഴുത്ത വെള്ളം ഉണ്ടല്ലോ അത് കളയണം. പിന്നെ അരി ഓൾറെഡി ഞാൻ ആ ചൂടുവെള്ളത്തിൽ കഴുകിയത് കൊണ്ട് തന്നെ അരിക്ക് ഒരുപാട് കൊഴുപ്പ് വന്നിട്ടില്ല. അതും ഒരു ടിപ്പാണ് കേട്ടോ. അതായത് വെള്ളത്തിൽ കണ്ടോ കൊഴുപ്പില്ല അധികം, കാരണം കൊഴുപ്പൊക്കെ ആദ്യം തന്നെ സ്റ്റാർച്ചൊക്കെ കൂടുതൽ ചൂടുവെള്ളത്തിൽ കഴുകി പോയിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഞാൻ കുടിക്കാനായിട്ട് തിളപ്പിച്ച് വെക്കുന്ന വെള്ളമുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്, തണുത്ത വെള്ളം, ഫ്രിഡ്ജിലെ വെള്ളമൊന്നുമല്ല. അപ്പം ആ വെള്ളം എടുത്തിട്ട് കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ആക്കണേ കുക്കറ്. എന്നിട്ട് വേണം, ആ വെള്ളം കൂടെ കളഞ്ഞു. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമുക്ക് ചോറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഈ സമയത്ത് വെള്ളം കളയുന്നതിന് മുമ്പ് ചോറ് വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു പോയതാണേ. അപ്പം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വെക്കേണ്ടി വരും. അപ്പോൾ ഇത് എൻ്റെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടേ. അപ്പോൾ ഞാനിത് മൂടിയെടുത്ത് വെച്ചു. ഇപ്പോൾ വെള്ളമൊക്കെ പോയതുകൊണ്ടും കുറേ ചൂട് കുറഞ്ഞ് കിട്ടുകയും ചെയ്തു, വെയിറ്റും കുറഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്ക് വാർക്കാനായിട്ട് എളുപ്പമുണ്ട്. അതും ഒരു ടിപ്പാണേ.
എന്നിട്ട് വാർക്കുകയാണ്. വാർത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ വാർക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ വേണം തുണി വെക്കാനായിട്ട്. നോബിൻ്റെ മുകൾ ഭാഗത്തായിട്ട് തുണി വെച്ച് വളരെ സിമ്പിളായിട്ട് തന്നെ വെച്ചു. ഇനി അതവിടെ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. 10 മിനിറ്റ് ഞാൻ കറക്റ്റ് വെച്ചിട്ടുള്ളൂ. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നോക്കിയിട്ടാണ് ചെയ്തത്. എടുത്തിട്ട് നോക്കി ചോറൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ. ഓരോരോ അരിയും വേറെ വേറെ ആയിട്ട് വരും. ഞാനത് പാത്രത്തിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ, അത് എങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഏത് കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെന്നും അതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ചോറ് കണ്ടോ ഓരോന്നോരോന്നായിട്ട് വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും കണ്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഹൈപ്പും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടേതായ ടിപ്സും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ നോക്കി ചോറ് നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഏത് അരിയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാറും കേട്ടോ. ഇത് ഞാനിപ്പം പവിഴംവടി അരിയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചൂടോടെ ഒരിക്കലും ഇത് അടച്ച് വെക്കരുത്. ഒരു നെറ്റ് കവർ വെച്ചിട്ട് ഇതുപോലൊരു 10 മിനിറ്റെങ്കിലും സ്റ്റീമൊക്കെ പോകുന്നത് വരെയും അടച്ച് വെക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.